കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴിയൽ. ലിസ്യുവിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 45-ാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി, സഹനമാണ് നമ്മുടെ ഏറ്റവും അമൂല്യമായ നിധി എന്ന് കരുതി അതിനെ അന്വേഷിക്കുമ്പോൾ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമായി തീരും. നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാം. പുണ്യവതി, എത്ര വലിയൊരു ഉൾക്കാഴ്ച ഇന്ന് നീ ഞങ്ങളോട് പറഞ്ഞു തരിക. ഏറ്റവും അമൂല്യമായ നിധിയാണെന്ന് കരുതി സഹനത്തെ ഞങ്ങൾ ആശ്ലേഷിക്കുമ്പോൾ ഈ ആശ്ലേഷിക്കൽ തന്നെ, ഈ സഹനം തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമായി തീരുമെന്ന്. ജീവിതത്തിലെ സങ്കടങ്ങളും പ്രതിസന്ധികളിലെല്ലാം നിൻ്റെ ഈ വാക്യം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. നല്ല ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം